Good morning. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ chi-square ടെസ്റ്റിൻ്റെ 2 യൂസസ് ആണ് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ മൂന്നാമത്തെ യൂസസിലേക്ക് പോകുന്നു. ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എന്ന് പറയുന്ന മൂന്നാമത്തെ യൂസസ്. അറിയാലോ, നമ്മൾ ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ്. ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ഈ ടേം ഉപയോഗിക്കുന്നത് whether the observed frequencies are significant with some theoretical probability distribution. ചില തിയററ്റിക്കൽ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനുമായി നമ്മൾ കണ്ടെത്തിയ ഒബ്സർവ്ഡ്, നമ്മൾ റിസർച്ചർ സെലക്ട് ചെയ്ത ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയുമായി കൺസിസ്റ്റന്റ് ആണോ, ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു യൂസാണ്, chi-square ഒരു യൂസാണ് ടെസ്റ്റ് ഓഫ് ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എന്ന് പറയുന്നത്. ആരൊക്കെ തമ്മിലാണ്? നമ്മൾ കണ്ടെത്തിയ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി, നമ്മൾ കണ്ടെത്തിയ മീൻസ് നമ്മൾ സെലക്ട് ചെയ്ത റിസർച്ചർ കളക്ട് ചെയ്ത ഒബ്സർവ്ഡ് ഫ്രീക്വൻസി ഏതെങ്കിലും ഒരു പ്രോബബിലിറ്റി തിയററ്റിക്കൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനുമായിട്ട് കൺസിസ്റ്റന്റ് ആണോ? തിയററ്റിക്കൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ഏതൊക്കെ തിയററ്റിക്കൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്കറിയാം, നമ്മൾ പഠിച്ചതാണ് പല തിയററ്റിക്കൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും. ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? ബൈനോമിയൽ ഉണ്ട്, ദെൻ പോയിസോൺ ഉണ്ട്, ദെൻ നോർമൽ ഉണ്ട്. ഇവയുമായി ഇത് കൺസിസ്റ്റന്റ് ആണോ? ഇങ്ങനത്തെ തിയററ്റിക്കൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനുമായി ഒബ്സർവ്ഡ് ഫ്രീക്വൻസി കൺസിസ്റ്റന്റ് ആണോ എന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് ശരിക്കും ഈ chi-square ടെസ്റ്റിന്റെ ഈ യൂസസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഒബ്സർവ്ഡ് ഫ്രീക്വൻസി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും, പക്ഷേ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമ്മൾ കണ്ടെത്തണം. ആ കണ്ടെത്തേണ്ടത് ചില തിയററ്റിക്കൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഏതൊക്കെയാണ് തിയററ്റിക്കൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ? ചിലപ്പോൾ ബൈനോമിയൽ ആവാം, ചിലപ്പോൾ പോയിസോൺ ആവാം, ചിലപ്പോൾ എന്താവാം, നോർമൽ. അപ്പോൾ എവിടെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി പിന്നെ കോളം ടോട്ടൽ ഇൻറ്റു റോ ടോട്ടൽ ഡിവൈഡ് ബൈ ടോട്ടൽ എന്ന് പറഞ്ഞ് കിട്ടില്ല. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമ്മൾ ബൈനോമിയലും പോയിസോണിലും എങ്ങനെയാ ചെയ്യുക, അതേപോലെ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ഇതിൻ്റെ സ്റ്റെപ്സ് നമ്മൾ പറഞ്ഞിട്ടില്ല, ഓരോ സ്റ്റെപ്സുകളായിട്ട് നമുക്ക് പറയാം. ദെൻ അതിൻ്റെ സ്റ്റെപ്സ് 1 എന്തായിരിക്കും? chi-square ടെസ്റ്റ് നൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യണം. ഫസ്റ്റ് 1 എന്താണ്? ദർ ഈസ് എ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് എന്ന് എഴുതണം. ദർ ഈസ് എ ഗുഡ്നെസ് ഓഫ് ഫിറ്റ്. There is a goodness of fit between observed and expected എന്ന് എഴുതണം. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? there is a consistent എന്ന് വേണമെങ്കിൽ എഴുതാം. കൺസിസ്റ്റന്റ് ഓഫ് ഒബ്സർവ്ഡ് വിത്ത് എക്സ്പെക്റ്റഡ് എന്ന് വേണമെങ്കിലും എഴുതാം. ഏത് നൾ ഹൈപ്പോത്തസിസ് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്തായിരിക്കും? ഇങ്ങനെ എഴുതാം കേട്ടോ. നൾ ഹൈപ്പോത്തസിസ് എന്നാണ് പറഞ്ഞത്. ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്തായിരിക്കും? ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എഴുതേണ്ടത് there is no goodness of fit എന്ന് എഴുതണം. there is no goodness of fit എന്ന് എഴുതണം. there is no goodness of fit between observed and expected. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? there is no consistent of observed with expected എന്ന് എഴുതാം. ഓക്കെ, ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയും എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും തമ്മിൽ കൺസിസ്റ്റൻസി ഇല്ല എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എഴുതാം. ദെൻ രണ്ടാമത്തത് നമുക്ക് എന്ത് ചെയ്യാം? ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ടുള്ള രണ്ടാമത്തെ സ്റ്റെപ്പിൽ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ചെയ്യാം. ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ chi-square ചെയ്യാം. ഇക്വേഷൻ അത് തന്നെയാണ്, സിഗ്മ o മൈനസ് ഇ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ഇ എന്നാണ്. ദെൻ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്? ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എഴുതുക, അല്ലെങ്കിൽ 5% എടുക്കുക. ദെൻ നാലാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഡിഗ്രി ഓഫ് ഫ്രീഡം ആണ്. അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്താണ്? ടേബിൾ വാല്യൂ എടുക്കേണ്ടതാണ്. ആറാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഡിസിഷൻ എടുക്കേണ്ടതാണ്. ഡിസിഷൻ എടുക്കുക എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. എങ്ങനെയാണ്? chi-square കുറവും ടേബിൾ കൂടുതലാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യണം. chi-square വലുതും ടേബിൾ ചെറുതാണെങ്കിൽ എന്ത് ചെയ്യണം? നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യണം. ഇത്രയാണ് സ്റ്റെപ്പ് ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, നമുക്ക് ഇതിൻ്റെ പ്രോബ്ലത്തിലേക്ക് പോകാം. എങ്ങനെയാണ്
പ്രോബ്ലം ചെയ്യുക, എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇതിൻ്റെ പ്രത്യേകത നമ്മൾ എക്സ്പെക്ട് ഇതിന് മെട്രിക്സ് രൂപത്തിലായില്ല ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവുക. എങ്ങനെയായിരിക്കും? താഴേക്കുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അതുമാത്രമല്ല ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഏതെങ്കിലും ഒരു തിയററ്റിക്കൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ വെച്ചായിരിക്കും ചെയ്യേണ്ടി വരിക. ഒന്നെങ്കിൽ ബൈനോമിയൽ ആവാം, അല്ലെങ്കിൽ പോയിസോൺ ആവാം, അല്ലെങ്കിൽ നോർമൽ ആവാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നമുക്ക് നോക്കാം. എക്സ് തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. എന്നിട്ട് താഴെ ക്വസ്റ്റ്യൻ നോക്കാം. ടെസ്റ്റ് വെദർ ദി ഡിസ്ട്രിബ്യൂഷൻ ആർ കൺസിസ്റ്റന്റ് ടു പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് ചോദ്യം. മുകളിൽ തന്നിരിക്കുന്ന ഈ ഡിസ്ട്രിബ്യൂഷൻ, ഈ ഒബ്സർവ്ഡ് ഡിസ്ട്രിബ്യൂഷൻ പോയിസോൺ ഡിസ്ട്രിബ്യൂഷനുമായി കൺസിസ്റ്റന്റ് ആണോ എന്നാണ് ചോദ്യം. ഓക്കെ, ഇതിൽ ഈ ഫ്രീക്വൻസി ആണ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി. ഓക്കെ, ഈ എക്സ് അല്ല, ഫ്രീക്വൻസിനെയാണ് നിങ്ങൾ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി ആയിട്ട് എടുക്കേണ്ടത്. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നിങ്ങൾ എങ്ങനെ കാണേണ്ടി വരും? പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പോയിസോൺ ഡിസ്ട്രിബ്യൂഷനിൽ എങ്ങനെയാണോ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണേണ്ടത്, അതേപോലെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടതിന് ശേഷം മാത്രമേ അത് എന്തുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ? ഈ ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് പിന്നെ ഇത് എങ്ങനെ ചെയ്യാമെന്നുള്ളതിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇവിടെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണണമെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് നൾ ഹൈപ്പോത്തസിസ് ഒക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ആദ്യം തന്നെ നൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്ത് വെക്കാം. നൾ ഹൈപ്പോത്തസിസ് നിങ്ങൾ സെറ്റ് ചെയ്യേണ്ടത് എന്താണ്? ദർ ഈസ് എ ഗുഡ്നെസ് ഓഫ് ഇറ്റ്, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഗുഡ്നെസ് ഓഫ് ഇറ്റ് എന്ന് പറയുന്നതിന് വാക്ക് നമുക്ക് കൺസിസ്റ്റന്റ് എന്ന വാക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. കൺസിസ്റ്റന്റ്, ദർ ഈസ് എ ഗുഡ്നെസ് ഓഫ് ഇറ്റ് ഓർ കൺസിസ്റ്റന്റ് ബിറ്റ്വീൻ ഒബ്സർവ്ഡ് വിത്ത് തിയററ്റിക്കൽ ഫ്രീക്വൻസി ഓഫ്, അല്ലെങ്കിൽ ഒബ്സർവ്ഡ് വിത്ത് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഓഫ് പോയിസോൺ. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഓഫ് പോയിസോണിന്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയുമായി ആർക്ക് കൺസിസ്റ്റന്റ് ഉണ്ട് എന്ന് എഴുതാം? നമ്മൾ കണ്ടെത്തിയ റിസർച്ച് കളക്ട് ചെയ്ത ഒബ്സർവ്ഡ് ഫ്രീക്വൻസിക്ക് ഉണ്ട് എന്ന് എഴുതാം. നൾ ഹൈപ്പോത്തസിസ് എഴുതി. ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് നമുക്ക് എന്ത് ചെയ്യാം? ദർ ഈസ് നോ ഗുഡ്നെസ് ഓഫ് ഇറ്റ്. ദർ ഈസ് നോ ഗുഡ്നെസ് ഓഫ് ഇറ്റ് എന്ന് എഴുതാം. ദർ ഈസ് നോ ഗുഡ്നെസ് ഓഫ് ഇറ്റ് ബിറ്റ്വീൻ, ആരൊക്കെ തമ്മിലില്ല? ദർ ഈസ് നോ ഗുഡ്നെസ് ഓഫ് ഇറ്റ് ബിറ്റ്വീൻ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി വിത്ത് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് ഓഫ് പോയിസോൺ എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഇക്വേഷനിലേക്ക് എഴുതാം. ഇക്വേഷൻ എങ്ങനെയാണ്? കൈ സ്ക്വയർ ചെയ്യുമ്പോൾ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. കൈ സ്ക്വയർ ഈക്വൽ ടു സിഗ്മ ഓ മൈനസ് സി ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ ടി. ഓക്കെ, അപ്പോൾ ഇത് ഈ എഫ് ആണ് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി എന്നറിയാം. ഇനി എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണണം. കാൽക്കുലേഷൻ ഓഫ് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ? പോയിസോൺ ആയതുകൊണ്ട് പോയിസോൺ ഡിസ്ട്രിബ്യൂഷനിൽ എങ്ങനെയാണോ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണുന്നത് അതേപോലെ ചെയ്യണം. എന്താ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോഴുള്ള ഇക്വേഷൻ? നമ്മൾ പഠിച്ചതാണ്. പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ ഇക്വേഷൻ എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു അല്ലെങ്കിൽ പി ഓഫ് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചതാണ്. എന്താണ്? ഇ റൈസ് ടു മൈനസ് എം ഇൻറ്റു എം റൈസ് ടു എക്സ് ഡിവൈഡ് ബൈ എക്സ് ഫാക്ടോറിയൽ എന്നാണ്. എന്താണ്? ഇ റൈസ് ടു മൈനസ് എം ഇൻറ്റു എം റൈസ് ടു എക്സ് ഡിവൈഡ് ബൈ എക്സ് ഫാക്ടോറിയൽ എന്നാണ്. ഇതിനെ എന്തുകൊണ്ട് ഗുണിച്ച? എഫ് കൊണ്ട് ഗുണിച്ച. എഫ് എന്ന് പറഞ്ഞാൽ n കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ കിട്ടും. ഈ ഓരോന്നിൻ്റെയും ഓരോ എക്സിൻ്റെയും പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ കാണാം. എന്നിട്ട് അതിനെ n കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? പോയിസോൺ ഡിസ്ട്രിബ്യൂഷന്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കിട്ടും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനുള്ള ഇക്വേഷൻ ഇ റൈസ് ടു മൈനസ് എം ഇൻറ്റു എം റൈസ് ടു എക്സ് ഡിവൈഡ് ബൈ എക്സ് ഫാക്ടോറിയൽ എന്നാണ്. ദെൻ നമുക്ക് എം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം. എക്സ് എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0, 1, 2, 3 എന്ന് തന്നിട്ടുണ്ട്. പക്ഷെ എം അവിടെ ഇല്ല. എം എന്താ? നമ്മൾ പഠിച്ചതാണ്. ഒന്നെങ്കിൽ ആവറേജ് കാണാം, അല്ലെങ്കിൽ നമുക്കറിയാം n ഇൻറ്റു പി കണ്ടാൽ മതി. എന്ത് കാണാൻ? പോയിസോൺ ഡിസ്ട്രിബ്യൂഷനിൽ എം കാണാൻ. അപ്പോൾ ക്വസ്റ്റ്യനിൽ എൻ പി ഒന്നും ഇല്ല, നമുക്ക് ആവറേജ് കാണണം. ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? ആവറേജ് മീൻസ് എക്സ് ബാർ കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം. എന്താ? ഇങ്ങനത്തെ ഒരു ഡിസ്ട്രിബ്യൂഷൻ, ഇത് ഒരു തിയററ്റിക്കൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഒരു ഡിസ്ക്രീറ്റ് തിയററ്റിക്കൽ പ്രോബബിലിറ്റി. ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷനിൽ എങ്ങനെയാണ് ആവറേജ് കാണാന്നൊക്കെ അറിയാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് മുൻ ക്ലാസ്സുകളിൽ. എന്താ? സിഗ്മ എഫ് എക്സ് ഡിവൈഡ് ബൈ എൻ എന്നാണ്. അപ്പോൾ നമുക്ക് അത് ആദ്യം എം കാണാം. എന്താ? സിഗ്മ എഫ് എക്സ് എന്ന് പറഞ്ഞാൽ എഫും എക്സും കൂടി എന്ത് ചെയ്യാം? ഗുണിക്കുക. അതിൻ്റെ ടോട്ടൽ കാണാം. അപ്പോൾ 100 48 കൂടി ഗുണിച്ചാൽ 0, 1 27 കൂടി ഗുണിച്ചാൽ 27, 2 12 കൂടി ഗുണിക്കുക 24, 3 7 കൂടി ഗുണിച്ചാൽ 21, 4 4 കൂടി ഗുണിച്ചാൽ 16, 5 1 കൂടി ഗുണിച്ചാൽ 5, 1 6 കൂടി ഗുണിച്ചാൽ 6. ഇതെല്ലാം കൂടി കൂട്ടിയാൽ എന്ത് കിട്ടും? സിഗ്മ എഫ് എക്സ് കിട്ടും. സിഗ്മ എഫ് എക്സ് നമുക്ക് കിട്ടുന്നത് 99 എന്നാണ്.
n എന്ന് പറഞ്ഞാൽ എഫ് എല്ലും കൂടി കൂട്ടിയ n കിട്ടും, എഫ് എല്ലും കൂടി കൂട്ടിയ n 100 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ആവറേജ് കാണാം. ആവറേജ് 99/100 എന്ന് കിട്ടും. 99/100 എന്ന് പറഞ്ഞാൽ 0.99 എന്ന് കിട്ടും. m കിട്ടി. നമുക്ക് എന്ത് കാണണം? എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണാൻ പോവാം. ആ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ എന്താ നമ്മൾ പഠിച്ചു? e⁻m × x ഫാക്ടോറിയൽ എന്നാണ്. എക്സ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയിലേക്ക് പോവാം. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഇത് ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണ്? പോയിസോൺ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ആയതുകൊണ്ടാണ്. ബൈനോമിയൽ ആണെങ്കിൽ n കോമ്പിനേഷൻ r × p⁻r × q⁻n - r എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യണം എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി. അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണാം. x 0 1 2 3 4 5 6 ദെൻ അതിൻ്റെ പോയിസോൺ കാണണം. പോയിസോൺ കാണാനുള്ള ഇക്വേഷൻ എന്താ? e⁻m × m⁻x x ഫാക്ടോറിയൽ എന്നാണ്. ദെൻ നെക്സ്റ്റ് കോളമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണാം. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമുക്ക് കാണാം. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എത്രയാണെന്നുള്ളത് നോക്കുക, അത് നമുക്ക് കാണാം. ഓക്കെ, എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി എങ്ങനെ കാണാം? പോയിസോണിൻ്റെ ഈ കോളത്തിലെ പോയിസോൺ ഇൻറ്റു n എത്രയാണ്? n എത്രയാണ്? 100 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ഉത്തരം കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാം. ആദ്യം 0 ആകുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക? പോയിസോൺ 0 ആകുമ്പോൾ നമുക്ക് ചെയ്യാം. ദെൻ m നമുക്ക് കിട്ടി. നമുക്ക് e⁻m വാല്യൂ ആദ്യം തന്നെ കണ്ടെക്കാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അത് ഓരോ ക്വസ്റ്റ്യനിലും ഇങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. e⁻m വാല്യൂ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ ചെയ്താൽ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടേബിള് e⁻m വാല്യൂ ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പേജ് നമ്പർ 11 കൊടുത്തിട്ടുണ്ട്. പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ e എന്ന് പറയുന്നത് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, നമ്മളെ m എത്രയാണ്? m നമുക്ക് കിട്ടി 0.99. അപ്പോൾ 0-ൽ 0.99 നേരെ നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്കത് കാണാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ e⁻m എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 0.3716 എന്ന് കിട്ടും. ഓക്കെ, മൈനസ് എഴുതണ്ട. e⁻m വാല്യൂ 0.3716 എന്ന് കിട്ടും. ഇനി അതിൻ്റെ e⁻m വാല്യൂ അങ്ങനെ കൊടുത്താൽ മതി. അപ്പോൾ എങ്ങനെ വരും? x 0 ആവുമ്പോൾ എങ്ങനെ വരും? 0.3716 ഇൻറ്റു m എത്രയാണ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്? m = അതായത് ആവറേജ് = 0.99 ഇൻറ്റു x എത്രയാണ്? 0 ആണ്. x 0 ഡിവൈഡ് ബൈ എക്സിൻ്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ x എത്രയാണ്? നമ്മൾ 0 ഫാക്ടോറിയൽ. അപ്പോൾ എത്ര ഉത്തരം കിട്ടും? ഇത് ചെയ്താൽ 0.376 എന്ന് ഉത്തരം കിട്ടും. എത്ര കിട്ടും ഉത്തരം? 0.3716 എന്ന് കിട്ടും ഉത്തരം. ഈ 0.3716-നെ n കൊണ്ട് ഗുണിക്കുക. n എത്രയാണ്? നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ട് 100. n 100 കൊണ്ട് ഗുണിച്ചാൽ 37.16 എന്ന് കിട്ടും. അതിനെ നമ്മൾ പിന്നെ 0.5 ശേഷമാണെങ്കിൽ അടുത്ത സംഖ്യയിലേക്കോ അല്ലെങ്കിൽ ആ സംഖ്യയായിട്ട് നിലനിർത്തുക. അപ്പോൾ 37.16 37 എന്ന് എഴുതും. ദെൻ അടുത്തത് 1 ആവുമ്പോൾ നമ്മൾ e⁻m എത്രയാണ്? 0.3716 ഇൻറ്റു എത്രയാണ്? നമ്മൾ m 0.99. എക്സിൻ്റെ അവിടെ എത്ര എഴുതണം? 1 എന്ന് എഴുതും. ഡിവൈഡ് ബൈ 1ൻ്റെ ഫാക്ടോറിയൽ. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? ഇത് ഗുണിച്ചാൽ ഇത് ഗുണിച്ച് നോക്കുക. 1ൻ്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 0.3716 ഇൻറ്റു 0.99. 0.99 എന്ന് പറഞ്ഞാൽ 0.99. അപ്പോൾ ഉത്തരം എത്ര കിട്ടും? ഉത്തരം കിട്ടുക 0.3679 എന്ന് കിട്ടും. 0.3679-നെ 100 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 36.79 എന്ന് കിട്ടും. 36.79-ന് നമ്മൾ എത്ര എഴുതണം? 37 എന്ന് എഴുതണം. അടുത്തത് x 2 ആവുമ്പോൾ എങ്ങനെ വരും? 0.3716 e⁻m എന്ന് പറഞ്ഞാൽ 0.3716 ഇൻറ്റു 0.99 1-ന് പകരം എക്സിൻ്റെ അവിടെ എത്ര എഴുതണം? x 2 ആണ്. x 2 ഡിവൈഡ് ബൈ എക്സിൻ്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 2ൻ്റെ ഫാക്ടോറിയൽ എന്ന് കിട്ടും. ഉത്തരം എത്ര കിട്ടും? 0.1821-നെ 100 കൊണ്ട് ഗുണിച്ചാൽ 18.21 എന്ന് കിട്ടും. 18 എന്ന് കിട്ടും. അങ്ങനെ ഓരോന്നും x ഓരോന്നും ആക്കി ചെയ്യുക. അടുത്തത് എങ്ങനെ വരും? 0.3716 ഇൻറ്റു 0.99
all raised to x എത്രയാ 3 x 3 ആയി 3ന്റെ ഫാക്ടോറിയൽ എങ്ങനെ കാണാം 3 into 2 into 1 എന്നാണ് കാണാം ഓക്കെ 3 into 2 into 1 എന്നാണ് കാണാം അപ്പോൾ എത്ര കിട്ടും ഉത്തരം 0.0601 എന്ന് കിട്ടും അതിനെ നമ്മൾ ഇതുകൊണ്ട് ഗുണിച്ചാൽ 6.01 എന്ന് കിട്ടും അപ്പോൾ എത്ര എഴുതണം 6 എന്ന് എഴുതണം അങ്ങനെ ഓരോന്നിനും കാണാം 4ന് കാണുമ്പോൾ നമുക്ക് കിട്ടും എത്രയാ 1.5 എന്ന് കിട്ടും 1.5ന് 100 പോയിന്റ് ചെയ്യുമ്പോൾ 0.0149 എന്ന് കിട്ടും അത് 1.5 എന്ന് കിട്ടും 1.5ന് നമുക്ക് 2 എന്ന് എഴുതാം അടുത്തത് അഞ്ചാമത് ചെയ്യുമ്പോൾ 0.0029 എന്ന് കിട്ടും നമുക്കതിന് എത്ര എഴുതാം 0.29 എന്ന് എഴുതാം 0.29 നമുക്ക് ചെയ്തുമ്പോൾ 0.3 എന്ന് എഴുതണം ദെൻ അടുത്ത പിന്നെ പോയിസോൺ ഡിസ്ട്രിബ്യൂഷൻ 6ന്റെ ചെയ്യുമ്പോൾ 0.0005 എന്ന് കിട്ടും അതിനെ നമ്മൾ ഗുണിച്ചാൽ 100 കൊണ്ട് ഗുണിച്ചാൽ 0.1 എന്ന് കിട്ടും അതിനെ നമുക്ക് 0.1 എന്ന് തന്നെ എഴുതാം അപ്പോൾ നമുക്ക് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ആയി പോയിസോണിന്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ആയി എങ്ങനെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടത് പോയിസോൺ വെച്ചിട്ടാണ് കണ്ടത് ബൈനോമിയൽ വെച്ചിട്ട് കാണാൻ പറഞ്ഞാൽ ബൈനോമിയൽ വെച്ചിട്ട് നോർമൽ വെച്ചിട്ട് കാണാൻ പറഞ്ഞാൽ നോർമൽ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണുന്ന പോലെ ചെയ്യണം ഓക്കെ അപ്പോൾ അത് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ആയി ഇനി നമുക്ക് എന്ത് ചെയ്യാം അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കിട്ടിയാൽ നമുക്ക് ഇപ്പോൾ നമ്മളെ ഒബ്സർവേഡിന് നമുക്കറിയാം നേരത്തൊക്കെ പഠിച്ചു എത്ര കോളം ഉണ്ട് ആദ്യത്തെ കോളത്തിൽ O അടുത്ത കോളത്തിൽ E അടുത്ത കോളം O മൈനസ് ഇ അടുത്ത കോളം O മൈനസ് ഇൻ്റെ ഹോൾ സ്ക്വയർ അടുത്ത കോളം O മൈനസ് ഇ ഹോൾ സ്ക്വയറിനെ എത്ര കൊണ്ട് ഹരിക്കുക ഈ കൊണ്ട് അതിൻ്റെ ഈ കൊണ്ട് ഹരിക്കുകയും ചെയ്യാം നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ് ഓക്കെ നമുക്ക് ഒബ്സർവ്ഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഏതാ നമ്മൾ പറഞ്ഞു ഏതാണ് എടുക്കേണ്ടത് ഈ ഫ്രീക്വൻസിയാണ് എടുക്കേണ്ടത് നമ്മൾ ഏത് ഒബ്സർവ്ഡ് 48 27 12 7 4 1 1 ഇനി എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമ്മൾ കണ്ടെത്തിയ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി നമ്മൾ എഴുതാം 37 18 6 2 0 കാരണം അത് 0.3 0.1 ഉള്ളത് അതിന് നമ്മൾ 0 എന്ന് എഴുതി കാരണം നമ്മൾ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കണ്ടപ്പോൾ 0.3 0 ഒന്നിനൊക്കെ നമുക്ക് കിട്ടിയ 0.3 0.1 0.3 ഒക്കെയാണ് കിട്ടിയത് അത് നമ്മൾ 0 എന്ന് എഴുതി ഓക്കെ ഇനി ഇങ്ങോട്ട് ശ്രദ്ധിക്കുക ഇത്തരം ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിന്റെ കോളത്തിൽ ഒരിക്കലും 5ൽ താഴെ ഫ്രീക്വൻസി വരാൻ പാടില്ല എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിന്റെ കോളത്തിൽ ഒരിക്കലും 5ൽ താഴെ ഫ്രീക്വൻസി വരാൻ പാടില്ല 5ൽ താഴെ ഫ്രീക്വൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ തൊട്ട് മുകളിലുള്ള ഫ്രീക്വൻസിയുമായി അത് ആഡ് ചെയ്യണം അതിന് നമ്മൾ പൂളിംഗ് മെത്തേഡ് എന്നാണ് വിളിക്കുക എന്താ വിളിക്കുക പൂളിംഗ് മെത്തേഡ് എന്ന് വിളിക്കും പൂളിംഗ് മെത്തേഡ് മെട്രിക്സിലും അതേ സാധനം ഉണ്ട് ഏതെങ്കിലും മെട്രിക്സിൽ ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയാണ് ഇവിടെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയാണ് 5ൽ താഴെ അവിടെ ഒബ്സർവ്ഡ് ഫ്രീക്വൻസി ഏതെങ്കിലും 5ൽ താഴെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം അതിനെ നമ്മൾ എയ്ഡ്സ് കറക്ഷൻ എന്നാണ് വിളിക്കുക അത് നമുക്ക് അടുത്ത വീഡിയോയിൽ അത് ചെയ്യാം എയ്ഡ്സ് കറക്ഷനെ കുറിച്ച് അടുത്ത വീഡിയോയിൽ ചെയ്യാം ഓക്കെ ഇത് പൂളിംഗ് മെത്തേഡാണ് പൂളിംഗ് മെത്തേഡ് ശ്രദ്ധിക്കുക ഇവിടെ നമുക്ക് 3 ഉണ്ട് 5ൽ താഴെ ഉള്ളത് ഇവ എല്ലാം കൂടി കൂട്ടി എഴുതാം അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടി എഴുതി എത്ര ഉണ്ടാവും അത് എല്ലാം കൂടി കൂട്ടിയാൽ 2 എന്ന് കിട്ടും ഇനി ഒബ്സർവ്ഡ് ഫ്രീക്വൻസിയിൽ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയിൽ 2 ഉപയോഗിച്ചാൽ മതി എല്ലാത്തിനും കൂടി അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ കറസ്പോണ്ട് ആയിട്ടുള്ള എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിയും കൂടി എന്ത് ചെയ്യുക കൂട്ടി എഴുതുക 4ഉം 5ഉം ഒന്നും കൂടി കൂട്ടിയാൽ 4ഉം 1ഉം കൂടി കൂട്ടി എത്ര കിട്ടി 6 എന്ന് കിട്ടും ഓക്കെ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും പൂളിംഗ് മെത്തേഡ് ഇനി നമുക്ക് സംശയമുണ്ട് ഈ 4 മാത്രമേ ഉള്ളൂ താഴത്തേക്ക് ഇല്ല എന്ന് കരുതുക ഈ താഴത്തേക്കുള്ള സാധനം ഇല്ല എന്ന് കരുതുക 1 1 0 0 ഇല്ല ഇവിടെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിന്റെ കോളത്തിൽ 2 ഉണ്ട് ഇത് എന്ത് ചെയ്യാം തൊട്ട് മുകളിലുള്ളതിനും കൂടി കൂട്ടാം 6 2 കൂടി കൂട്ടിയിട്ട് ഇവിടെ എത്ര എഴുതാം 8 എന്ന് എഴുതാം ഇവിടെ നിന്ന് അങ്ങോട്ട് താഴേക്ക് ഇല്ല എന്ന് കരുതാം ഇവിടെ നിന്ന് അങ്ങോട്ട് താഴേക്ക് ഇല്ല എന്ന് കരുതാം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇത് 2 കൂടി കൂട്ടാം ഇത് 6 2 കൂടി കൂട്ടി 8 ആക്കുക 7 4 കൂടി കൂട്ടിയിട്ട് എത്രയൊക്കെ 11 എന്ന് ആക്കുക ഓക്കെ അപ്പൊ നമ്മൾ നോക്കാം ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ ഒരു പറഞ്ഞത് എന്താ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസിന്റെ കോളത്തിൽ ഒരിക്കലും 5ൽ തീയ ഫ്രീക്വൻസി ഉണ്ടാവില്ല ഫ്രീക്വൻസി ഉണ്ടായെങ്കിൽ അതിന് എന്ത് ചെയ്യണം പരസ്പരം കൂട്ടണം അതിന് എന്ത് മെത്തേഡ് എന്ന് വിളിക്കും പൂളിംഗ് മെത്തേഡ് എന്ന് വിളിക്കും അപ്പോൾ O - C 48ഉം 37ഉം തമ്മിലുള്ള വ്യത്യാസം നോക്കാം 11 27ഉം 37ഉം തമ്മിലുള്ള വ്യത്യാസം -10 പിന്നെ 12ഉം 18ഉം തമ്മിലുള്ള വ്യത്യാസം -6 7ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം 1
ഇതിന് ഇവിടെ 6ഉം 2ഉം തമ്മിലുള്ള വ്യത്യാസമാണ് നോക്കേണ്ടത്. എത്രയാണ്? 4. ഓക്കെ. ഇനി O - Cന്റെ ഹോൾ സ്ക്വയർ കാണാം. 11ന്റെ സ്ക്വയർ 121, 10ന്റെ സ്ക്വയർ 100, 6ന്റെ സ്ക്വയർ 36, 1ന്റെ സ്ക്വയർ 1, 4ന്റെ സ്ക്വയർ 16. മൈനസ് എഴുതണം എന്നില്ല, കാരണം എന്താ, സ്ക്വയർ ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും? മൈനസ് പോവും. ഇനി O - C ഹോൾ സ്ക്വയറിനെ ഈ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 121 ഡിവൈഡ് ബൈ 37 എന്ന് പറയുമ്പോൾ 3.27, 100 ഡിവൈഡ് ബൈ 37 എന്ന് പറയുമ്പോൾ 2.7, ദെൻ 36 ഡിവൈഡ് ബൈ 18 എന്ന് പറയുമ്പോൾ 2, 1 ഡിവൈഡ് ബൈ 6 എന്ന് പറയുമ്പോൾ 0.17, 16 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ 8 എന്ന് കിട്ടും. ഇതെല്ലാം കൂടിയും കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടി? കൈ സ്ക്വയർ കിട്ടും. എല്ലാം കൂടിയും കൂട്ടിയാൽ എത്ര കിട്ടും? എല്ലാം കൂടിയും കൂട്ടിയാൽ 16.14 എന്ന് കിട്ടും. 16.14 എന്ന് കിട്ടും. ഓക്കെ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോവാം. നമുക്കറിയാം എന്താ അടുത്ത സ്റ്റെപ്പ്? ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എടുക്കണം. കൈ സ്ക്വയർ കിട്ടി. എത്രയാ? 16.14 എന്ന് കിട്ടി. ഇനി നമുക്ക് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എടുക്കാം. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് അഥവാ ആൽഫ എന്ന് പറയും. ആൽഫ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മൾ എത്ര എടുക്കണം? ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എടുക്കേണ്ട എത്ര ക്വസ്റ്റ്യനിൽ പറയാത്തത് കൊണ്ട് 5% ആണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ എടുക്കണം എന്ന് നമ്മൾ പഠിച്ചാണ്. 0.05 എന്ന് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് എടുത്തു. ഇനി ഡിഗ്രി ഓഫ് ഫ്രീഡം. ഡിഗ്രി ഓഫ് ഫ്രീഡം നമ്മൾ അവിടെ പറഞ്ഞിട്ടില്ലായിരുന്നു അല്ലേ? R-1 ഇൻറ്റു C-1 എന്നല്ല ഇവിടുത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇവിടുത്തെ ഡിഗ്രി ഓഫ് ഫ്രീഡം N-1 ആണ്. N-1 വല്യക്ഷര N അല്ല കേട്ടോ. വല്യക്ഷര N ആണെങ്കിൽ എന്താണ്? ഫ്രീക്വൻസിന്റെ ടോട്ടലാണ്. ഇവിടെ വല്യക്ഷര N അല്ല, ചെറക്ഷരം N- നമ്പർ ഓഫ് സാമ്പിൾസ്. എത്ര സാമ്പിൾസ് ആണ് ഇവിടെ ഉള്ളത് എന്നതിനനുസരിച്ചാണ് ചെയ്യാം. എത്രണ്ണാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചത്, അതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. എത്ര ഉണ്ട് ഇപ്പൊ ശരിക്കും? 1, 2, 3, 4, 5, 6, 7 ഉണ്ട്. നമ്മൾ കമ്പയർ ചെയ്യാൻ എത്ര എടുത്തിട്ടുള്ളൂ? 1, 2, 3, 4, 5 ഉള്ളൂ. 3ഉം കൂടി കൂട്ടി 1 ആക്കിക്കണം. അപ്പൊ 5 എടുക്കാൻ പാടുള്ളൂ. അപ്പൊ N എന്ന് പറഞ്ഞാൽ എത്രയാ? 5 - 1 = 4. അപ്പൊ ഡിഗ്രി ഓഫ് ഫ്രീഡം കിട്ടി, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് കിട്ടി. ദെൻ ടേബിൾ വാല്യൂ എടുക്കുക. നമ്മൾ ടേബിൾ വാല്യൂ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൈ സ്ക്വയറിന്റെ ഇത് എടുക്കുക, കൈ സ്ക്വയറിന്റെ ടേബിൾ എടുക്കുക. കൈ സ്ക്വയറിന്റെ ടേബിളിന്റെ ഉള്ളിൽ ഉണ്ടാവും ഡിഗ്രി ഓഫ് ഫ്രീഡം. എത്രയിൽ നോക്കുക? 4ൽ നോക്കുക. ഡിഗ്രി ഓഫ് ഫ്രീഡം 4ന്റെ നേരെ നോക്കുക. ദെൻ 9.448 എന്ന് കിട്ടും. 9.488 എന്ന് കിട്ടും. 4 ഡിഗ്രി ഓഫ് ഫ്രീഡം 4ന്റെ നേരെ 0.005 ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസിന് നേരെ നോക്കിയാൽ കിട്ടും 9.488 എന്ന് കിട്ടും ഡിഗ്രി ഓഫ് ഫ്രീഡം. 9.488. ഓക്കെ. നമ്മൾക്ക് ആക്സെപ്റ്റ് ചെയ്യണോ റിജക്ട് ചെയ്യണോ എന്നാണ് തീരുമാനിക്കേണ്ടത്. നമ്മൾ ചെയ്ത കൈ സ്ക്വയർ വാല്യൂ എത്രയുണ്ട്? കൈ സ്ക്വയർ വാല്യൂ 16.14 കൂടുതലാണോ കുറവാണോ? ടേബിൾ വാല്യൂവിനേക്കാളും കൂടുതലാണ്. അപ്പൊ എന്ത് ചെയ്താം? ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ. എത്രയാ ടേബിൾ വാല്യൂ കിട്ടിയത്? 9.488. അപ്പൊ നമ്മൾ ഡിസിഷൻ എന്തെടുക്കണം? കൈ സ്ക്വയർ വാല്യൂ കുറവാണ് എന്നുണ്ടെങ്കിൽ, കൈ സ്ക്വയർ വാല്യൂ വലുതാണ് എന്നുണ്ടെങ്കിൽ റിജക്ട് ചെയ്യണമെന്നാണ്. അപ്പൊ കൈ സ്ക്വയർ വാല്യൂ വലുതായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? റിജക്ട് നൾ ഹൈപ്പോത്തസിസ് എന്ന് എഴുതാം. നൾ ഹൈപ്പോത്തസിസ് റിജക്ട് ചെയ്തു. എന്താ നൾ ഹൈപ്പോത്തസിസ്? നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ നൾ ഹൈപ്പോത്തസിസ് തെറ്റാണ് എന്ന് കിട്ടി. നൾ ഹൈപ്പോത്തസിസ് റിജക്ട് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൾ ഹൈപ്പോത്തസിസ് എന്താ നമ്മൾ എഴുതിയുണ്ട്? ദർ ഈസ് എ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ബിറ്റ്വീൻ അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ബിറ്റ്വീൻ ഒബ്സർവ്ഡ് വിത്ത് എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ആരൊക്കെ തമ്മിൽ? ഒബ്സർവ്ഡ് ഫ്രീക്വൻസി എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി തമ്മിൽ ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ഉണ്ട്, കൺസിസ്റ്റന്റ് ഉണ്ട് എന്നാണ് ഇത്. തെറ്റാണെന്ന് മനസ്സിലായി. അപ്പൊ എന്ത്? നൾ ഹൈപ്പോത്തസിസ് ആണ്. ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഗുഡ്നെസ് ഓഫ് ഫിറ്റ് ഇല്ല, കൺസിസ്റ്റന്റ് ഇല്ല. എന്താ ചോദ്യം? പോയ്സോൺ ഡിസ്ട്രിബ്യൂഷനുമായി ഈ ഒബ്സർവ്ഡ് ഡിസ്ട്രിബ്യൂഷൻ കൺസിസ്റ്റന്റ് ആണോ എന്നാണ് ചോദ്യം. നമുക്ക് എന്ത് കിട്ടി? കൺസിസ്റ്റന്റ് അല്ല എന്ന് കിട്ടി. കൺസിസ്റ്റന്റ് കാരണം ആൾട്ടർനേറ്റീവ് ആണ് സെലക്ട് ചെയ്തത്, ആൾട്ടർനേറ്റീവ് കൺസിസ്റ്റന്റ് അല്ല എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ദർ ഈസ് നോ കൺസിസ്റ്റന്റ് വിത്ത് expected frequency. Expected frequency-യുമായി അല്ലെങ്കിൽ there is no consistent with Poisson expected frequency എന്ന് എഴുതാം. There is no consistent with Poisson expected frequency.
ഗുഡ്നസ് ഓഫ് ഫിറ്റിൻ്റെ ഇതാണ്. ഗുഡ്നസ് ഓഫ് ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഗുഡ്നസ് ഓഫ് ഫിറ്റ് ഏതെങ്കിലും ഒരു തിയററ്റിക്കൽ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനുമായി കണക്ട് ചെയ്തിട്ടാണ് ചോദ്യം ചോദിക്കുക. അതിൻ്റെ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി റോ ടോട്ടൽ ഇൻറ്റു കോളം ടോട്ടൽ ഡിവൈഡ് ബൈ ടോട്ടൽ എന്ന രീതിയിൽ ചെയ്യാൻ പറ്റില്ല. പോയിസോൺ ആണ് ചോദിച്ചതെങ്കിൽ പോയിസോൺ, പിന്നെ ബൈനോമിയൽ ആണ് ചോദിച്ചതെങ്കിൽ ബൈനോമിയൽ, നോർമലാണ് ചോദിച്ചതെങ്കിൽ നോർമലിൽ വെച്ച് തന്നെ ചെയ്യണം. അപ്പോൾ നല്ലവണ്ണം അത് ശ്രദ്ധിക്കുക. ആ കാര്യമാണ് ഇതിൽ പ്രത്യേകതയുള്ളത്. എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി കാണുന്നത് മാത്രമാണ് പ്രത്യേകത. ഡിഗ്രി ഓഫ് ഫ്രീഡം വ്യത്യാസമുണ്ട്. ദെൻ R-1ഉം C-1 ഈ ഇത്ര ക്വസ്റ്റ്യൻ മെട്രിക്സ് ആയിട്ടാവില്ല തരാം. ഓക്കെ, ഇതാണ് ഇന്നത്തെ ക്ലാസ്.